ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതാണ് സാധനം. 300 രൂപയ്ക്കാണ് ആ 3 ഫ്രെയിമും കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, അതിൽ നമ്മുടെ ഫോട്ടോസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ നമ്മൾ എന്താ പറയുക, ഉമ്മ മറ്റേ ഈ ചക്കയുടെ ആണോ എന്താ എനിക്കറിയില്ല, അങ്ങനെ ചക്കൻ്റെ എന്തോ ഒരു സാധനമാണ്, ഒരു ശർക്കരയും തേങ്ങയും ഇതൊക്കെ ഇട്ട് നല്ല അടിപൊളി കേട്ടോ സാധനം, നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഒരു എന്താ പറയുക, കഴിക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി വന്നത് നമ്മളിതുപോലെ എന്താ പറയുക ഒന്ന് അരച്ചെടുത്തു കേട്ടോ മൊത്തത്തിൽ. എന്നിട്ട് പിന്നെ പാല് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഈ അരപ്പ് ചേർത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, പായസ രീതിയിലാണ് കിട്ടിയത്. അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ കുറുക്കിയെടുത്തിട്ട് പാല് തികയില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിക്കുന്നുണ്ടായിരുന്നു. കണ്ടു നല്ല ടേസ്റ്റ്, എന്താ പറയുക, ടേസ്റ്റിനൊരു പേരില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ ദിവസമായി പായസം കഴിച്ചിട്ട്. പിന്നെ ഇത് ഞാൻ ലേശം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം ഹോർലിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അതൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ച് ചൂടോടെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഇത് മഴൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ ഇത് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. പിന്നെ ഇത് നമുക്ക് അടുത്ത കൊറിയർ വന്നു. അത് നമുക്ക് കിച്ചണിലോട്ടുള്ളതായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചോപ്പേഴ്സ് ആയിരുന്നു. നമ്മൾ ഈ കോംബോ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. എന്താവും എന്തോ ഉപകാരപ്പെടുമോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇതാക്കാൻ. ഈ 2 ചോപ്പേഴ്സിന് പാടായത് 300 രൂപയാണ് കേട്ടോ.